നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. യൂറോപ്പിലേക്ക് ചേക്കേറുന്നതിന് വലിയ പണച്ചെലവില്ലാതെ വലിയ കാലതാമസമില്ലാത്ത ഒരവസരമാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വികസിത യൂറോപ്യൻ രാജ്യമായ പോർച്ചുഗലിലേക്ക് ചേക്കേറുന്നതിനുള്ള ഒരു അവസരം. ഓർക്കുക, പോർച്ചുഗൽ എന്നുള്ളത് നാം അറിയുന്നത് പോലെ വളരെ മനോഹരമായ വികസിതമായ ഒരു രാജ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയൊക്കെ രാജ്യം. അതിലുപരി പണ്ട് നമ്മളുടെ രാജ്യത്തെയൊക്കെ അധീനപ്പെടുത്തിയിരുന്നുള്ള പോർച്ചുഗൽ, ആ പോർച്ചുഗീസ് സംസ്കാരം, നമ്മുടെ പോർച്ചുഗീസ് ഭാഷയുടെ സ്വാധീനം നമ്മുടെ മലയാള ഭാഷയിൽ വരെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോർച്ചുഗൽ, അതിമനോഹരമായ ആ രാജ്യത്തെ അവസരങ്ങൾ, അത് എങ്ങനെ നമുക്ക് എത്താനായിട്ട് കഴിയും? അതിന് വലിയ പണച്ചെലവില്ലാതെ അല്ലെങ്കിൽ 3-4 മാസങ്ങൾ കൊണ്ടൊക്കെ എത്താവുന്ന ഒരു അവസരമാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിലെ ഒരു എക്സ്പേർട്ടിൽ നിന്ന് ഈ അവസരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഈ പോർച്ചുഗലിലെ അവസരങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, സപ്ന ജോസഫ്. മാഡം ഒരു ഇമിഗ്രേഷൻ എക്സ്പേർട്ടാണ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സ്പേർട്ടാണ്. ഇതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഈ ജർമ്മനിയിലെ അവസരങ്ങൾ, കാനഡയിലെ അവസരങ്ങളൊക്കെ വിശദമാക്കിയ ചില വീഡിയോകളിലൊക്കെ നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ വന്നിരുന്നു. അതിലൂടെ തന്നെ ഈ പല വ്യൂവേഴ്സിനും ഒരുപക്ഷെ ഈ അവസരങ്ങളിലേക്കൊക്കെ എത്തുവാൻ കഴിയുകയും ചെയ്തു. അപ്പോൾ മാഡത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സപ്ന മാഡം, വെൽക്കം ടു കരിയർ പാത്വേ. യെസ്, നമുക്ക് ഈ പോർച്ചുഗലിലെ അവസരം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഇതെന്താണ് എന്നൊന്ന് സൂചിപ്പിക്കാമോ? പോർച്ചുഗലിലെ ഒരു ജോബ് സീക്കർ വിസയാണ്. അതായത് പോർച്ചുഗലിൽ ചെന്ന് നമ്മളൊരു ജോലി അന്വേഷിക്കുന്ന വിസയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ജർമ്മനിയിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ്, ജോബ് സീക്കർ വിസ. അതെ അതെ. ഓക്കെ, അതിന് ഡ്യൂറേഷൻ 1 year ആയിരുന്നു. അതിപ്പോഴും വാലിഡ് ആണ്? തീർച്ചയായിട്ടും ഇപ്പോഴും നടക്കുന്ന പ്രോഗ്രാം. ഇത് പോർച്ചുഗലിലെ എങ്ങനെയാണ്? അവിടെ നമ്മൾ ഒരു ജോലി തേടിയാൽ എത്ര നാൾ നമുക്ക് ജോലി തേടി അവിടെ നിൽക്കാനായിട്ട് പറ്റും? തുടക്കത്തിൽ 4 മാസത്തെ വിസയായിട്ടാണ് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് ജോലി ലഭിക്കുന്നില്ലെങ്കിൽ അത് നമ്മളെ രേഖാമൂലം അറിയിക്കുമ്പോൾ ഒരു 2 മാസം കൂടെ നീട്ടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 6 മാസത്തെ അപ്പൊ 6 മാസം നമ്മൾ പോർച്ചുഗലിൽ പോയി ജോലി തേടുന്നതിനുള്ള ഒരു വിസയാണ്. അതെ അതെ. അപ്പൊ ഈ 6 മാസം ജോലി തേടുന്നതിനോടൊപ്പം നമുക്ക് ജോലി ചെയ്യുവാനായിട്ട് കഴിയുമോ? അൺസ്കിൽഡ് ജോബ് ലേക്ക് കയറാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മളൊരു പെർമനന്റ് എംപ്ലോയ്മെന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിസ വർക്ക് പെർമിറ്റിലേക്ക് മാറാം. വർക്ക് പെർമിറ്റിലേക്ക് മാറിയിട്ട് നമുക്ക് ആ രാജ്യത്ത് തുടരാൻ സാധിക്കും. അപ്പം ആദ്യത്തെ 6 മാസം വരെ ആ രാജ്യത്ത് ജോലി തേടുന്നതിനുള്ള ഒരു അവസരമാണ്. അതെ. അപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി എന്താണ്, അതൊന്ന് സൂചിപ്പിക്കാമോ? എലിജിബിലിറ്റി ഒരു ഡിഗ്രി ഉള്ളതാണ് നല്ലത്. വർക്ക് എക്സ്പീരിയൻസ് കൃത്യം വേണമെന്ന് പറയുന്നില്ല, എങ്കിലും നമുക്കറിയാം ഇപ്പൊ ഒരു എംപ്ലോയർ അവിടെ ചെല്ലുമ്പോ തീർച്ചയായിട്ടും ഒരു മേഖലയിൽ ഒരാളെ എടുക്കുമ്പോൾ നാട്ടിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് തീർച്ചയായിട്ടും അപ്പൊ ഡിഗ്രി പ്രിഫേർഡ് എക്സ്പീരിയൻസ് ഒരു 1 year ഒക്കെ എങ്കിലും ഉള്ളതാണ് നല്ലത്. പിന്നെ IELTS ഒക്കെ എത്ര വേണം? ലാംഗ്വേജ് എങ്ങനെയാണ്? ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് IELTS ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണ്. അതായത് ഭാഷയുടെ യാതൊരു റിക്വയർമെന്റും നമുക്ക് വിസയ്ക്ക് വേണ്ടി ആവശ്യം വരുന്നില്ല. പിന്നെ IELTS ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസ കിട്ടാനായിട്ട് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതെ അതെ. ഈ പോർച്ചുഗലിലെ കൂടുതൽ അവസരങ്ങൾ എവിടെയാണ്? കാരണം അവസരങ്ങളുള്ളവർ പോകുന്നതാണല്ലോ എപ്പോഴും നല്ലത്, കാരണം ഒരു പെർമനന്റ് ജോലിയിലേക്കൊക്കെ. ഏതൊക്കെ മേഖലയിലാണ് ഇങ്ങനെ ഈ ഒരു ജോബ് സീക്കർ വിസയിൽ പോകാനായിട്ട് ഏതൊക്കെ മേഖലയിലുള്ളവർക്കാണ് കൂടുതൽ അവസരങ്ങളുള്ളത്? IT-ല് നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റാലിറ്റി, ഷെഫ്, കുക്ക്, അങ്ങനെയൊക്കെയുള്ള സാധ്യത. കാരണം ഈ പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതെ അതെ. ടൂറിസത്തിലും നല്ല അവസരങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഹെൽത്ത് കെയർ, എല്ലാ രാജ്യത്തും അവസരങ്ങളുള്ള മേഖലയാണ്. അപ്പൊ മെയിൻലി IT, ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ഇങ്ങനെയുള്ള അല്ലെ ഈ ബയോടെക്നോളജിയിലൊക്കെ അവസരമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മേഖലകളിലുള്ളവർക്ക് കൂടുതൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഇതിനൊരു എന്ത് എക്സ്പെൻസ്, ഇതിന്റെ പ്രോസസ്സിങ്ങും വിസ ഫീയും എല്ലാം കൂടെ എന്ത് എക്സ്പെൻസ് വരും എന്നൂടെ ഒന്ന് സൂചിപ്പിക്കാം. ഇത് വളരെ കുറഞ്ഞ എക്സ്പെൻസ് ആണ്. അതായത് ഒരു ഏകദേശം ഒരു 90,000 ഇതിന് ചെലവ് വരുന്നുള്ളൂ. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ചെലവ് കൂടാതെ ബാങ്കിൽ ഒരു ബാലൻസ് നമ്മൾ ഒരു 4-5 ലക്ഷം രൂപ
ഈ പോകുന്ന ആളുടെ പേരിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് അതിനെ ഷോ മണി പോലെ കാണിച്ചാൽ മതി. അതൊരു നമ്മള് ഇങ്ങനെ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഷോമണി എന്നുള്ളത് യഥാർത്ഥത്തിൽ സെറ്റിൽമെന്റ് ഫണ്ട് ആണ്. നമ്മൾ ആ രാജ്യത്ത് ചെന്ന് സെറ്റിൽ ആവാനായിട്ട് ആ രാജ്യം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട്, ആ ഒരു തുക നമ്മുടെ അക്കൗണ്ടിൽ ഇടണം. അതെ, പക്ഷെ ആക്ച്വലി 1,00,000 രൂപയിൽ താഴെ ചെലവ് വരുന്നുള്ളൂ. അതെ അതെ. അപ്പം മിനിമം ഡിഗ്രി എങ്കിലും ഉള്ള ഒരു 1 ഇയർ ഒക്കെ എക്സ്പീരിയൻസ് പ്രിഫേർഡ് ആയിട്ടുള്ളവർക്ക് 6 months വരെ പോർച്ചുഗലിൽ ജോലി തേടുന്നതിനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അവര് അവിടെ ആ വിസയിൽ അവിടെ പോയി അവിടെ സെറ്റിലായി ജോലി തേടി ഒരു ഫുൾ ടൈം ജോലിയിലേക്ക് എത്തിയാൽ ഒരു വർക്ക് പെർമിറ്റ് കിട്ടി ആ രാജ്യത്ത് തുടരാനായിട്ട് പറ്റും. പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പോർച്ചുഗലിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഷെങ്കൻ അഡ്വാൻറ്റേജ് ആണല്ലോ. കാരണം ഷെങ്കനിൽ വരുന്ന 10-29 രാജ്യം. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ടോ? അതും കൂടി ഒന്ന്. ഇതൊരു ക്ലോസ്ഡ് ഒരു വിസയാണ്. അതായത് ഇതിലൊരു 1 ടൈം എൻട്രി ആണ് ഇതിൽ അനുവദിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ വിസ വെച്ചിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. എംപ്ലോയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ള സാധ്യതകൾ വരുള്ളൂ. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ പോർച്ചുഗൽ എന്ന രാജ്യത്ത് പോകാനായിട്ടുള്ള ഒരു അവസരമാണ്. ഓക്കെ. അപ്പം ഏതായാലും ഈ ഒരു അവസരം ഷെയർ ചെയ്തതിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കട്ടെ. ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മാഡത്തിൻ്റെ ടീമുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടേക്കാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ടീമിന് അതിൻ്റെ ഇൻറ്റിമേഷൻ കിട്ടും. അപ്പോൾ അവരുടെ ടീമിൽ നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ആവശ്യപ്പെടും. നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഇതിന് അനുയോജ്യമാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ അവസരങ്ങളിലേക്ക് എത്താം. ഒരു കാര്യം കൂടി ഒന്ന് അറിയേണ്ടതായിട്ടുള്ളത്, ഇതിന് എന്ത് കാലതാമസം, എത്ര ഡ്യൂറേഷനൊക്കെ എത്ര കാണും? ഏകദേശം ഒരു 2 മാസം മുതൽ 4 മാസം വരെയാണ് സമയം. ഷോർട്ട് ഡ്യൂറേഷനിൽ നടക്കും. പോർച്ചുഗലിലേക്ക് അതിലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഡോക്യുമെന്റ്സ് എംബസിയിൽ നിന്ന് ഒരു അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഒരു താമസം എന്ന് പറയാനുള്ള കാര്യം. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാഡത്തിൻ്റെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ പോർച്ചുഗൽ പോലെയുള്ള യൂറോപ്യൻ അവസരങ്ങളൊക്കെ തേടുന്നവരുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ജർമ്മനി അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെയൊക്കെ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോസ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നുകിൽ ഐ ബട്ടണിലോ അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലോ നൽകിയേക്കാം. ആ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് അങ്ങനെയുള്ള അവസരങ്ങളും മനസ്സിലാക്കാവുന്നതാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.